Dear students, welcome back to Arts Tech Tutorials, the gateway to online knowledge hunt. Signatures, Expressing the Self, Common Course English 3rd Semester EG Program, Calicut University. Students, this is the 4th session of Breaking Silence, a poem done by Miri Kitani. In the previous sessions, we discussed the poet, the social background, then introduction to the poem, etc. In the 3rd session, we just started the poem Breaking Silence. Okay, so in the last class, we stopped here. Let's move on to the next sessions. Okay, see, students, നിങ്ങൾക്ക് മുൻപ് പറഞ്ഞ കഴിഞ്ഞ സെഷൻസിലൊക്കെ എടുത്ത ക്ലാസ്സുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒന്ന് കൊണ്ടുവരിക. ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ മുമ്പത്തെ സെഷൻസ്, അതായത് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സെഷൻസ് കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവ കണ്ടിരിക്കണമെങ്കിൽ മാത്രമേ ഒരു കണ്ടിന്യൂറ്റി, ഒരു തുടർച്ച നിങ്ങൾക്ക് ഇനി പറയുന്ന വരികൾ അല്ലെങ്കിൽ ഇനി പറയുന്ന സെഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു already watched and learned the previous sessions of Breaking Silence. Let's continue. See, the lines go like this. We were told that silence was better, golden like our skin, useful like go quietly, easier like don't make waves, expedient like hostels and deserts. See, ജാപ്പനീസ് അമേരിക്കൻസിനോട് സെക്കൻഡ് വേൾഡ് വാറിൽ അവരെ ഉപദേശിച്ച, അവരോട് നിർദ്ദേശിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ദേ വർ എൻകറേജ്ഡ് ടു ബി സൈലൻറ്റ്. അവരെ സൈലൻ്റ് ആകുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. ഒരു പക്ഷേ അവരെ ഒരു ശാസനയിലൂടെയോ അല്ലെങ്കിൽ നിർബന്ധത്തിലൂടെയോ നിർബന്ധിച്ചുകൊണ്ടോ മിണ്ടാതിരിക്കുവാനായിട്ട് അവരോട് പറഞ്ഞിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. വി വെയർ ടോൾഡ് ദാറ്റ് സൈലൻസ് വാസ് ബെറ്റർ. അവരോട് പറഞ്ഞത് ഒരു ശാസന എന്ന രീതിയിൽ ഉപദേശത്തോടെ പറഞ്ഞത് ഏറ്റവും നല്ലത്, ഈ സമയം നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവരോട് പറഞ്ഞിരുന്നു. So we can see some instructions that are to be followed. Which are the instructions? First is they have to be silenced. Okay, next, സൈലൻസിനെ കുറിച്ച് അവരോട് പറഞ്ഞത് ഗോൾഡൻ ലൈക്ക് അവർ സ്കിൻ, ഞങ്ങളുടെ സ്കിന്നിൻ്റെ കളറായ ഗോൾഡൻ പോലെയാണ് ഇപ്പോൾ സൈലൻസിന് ഉള്ള വാല്യൂ എന്ന് പറയുന്നത്. സി, അവിടെ ഒരു ഐറണിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ഗോൾഡ് അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ, ഇറ്റ് ഈസ് സോ പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ ആണ്. അതിന് നല്ല കാശ് കൊടുക്കേണ്ടിയിരുന്നു, നല്ല മുതൽ മുടക്കുണ്ട് ഗോൾഡിന്, ആ മെറ്റലിന്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ സ്കിന്നിൻ്റെ കളറ് പോലെ ഉള്ള ഗോൾഡൻ അത്രയും വാല്യുബിൾ ആണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഐറോണിക്കൽ കാണാൻ സാധിക്കും, ഒരു വിരോധാഭാസവും. അതോടൊപ്പം തന്നെ അവരെ സ്കിന്നിനോട് അമേരിക്കൻസ് അല്ലെങ്കിൽ ജാപ്പനീസിനോട് കാണിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, സോ അവിടെ ഒരു ഐറോണിക്കലുമാണ്. അറ്റ് ദ സെയിം ടൈം സൈലൻസിനെ ഗോൾഡൻ ആയിട്ട് അവിടെ ചിത്രീകരിക്കുകയാണ്. ഗോൾഡ് മെറ്റൽ വിച്ച് ഇസ് പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ ആയിട്ടുള്ള ഒന്നിനോട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ദെൻ യൂസ്ഫുൾ ലൈക്ക്, സോ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ യൂസ്ഫുൾ ദാറ്റ് ടൈം, വിച്ച് മീൻസ് ഇഫ് യു ഗോ സൈലൻ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഒത്തിരി നിങ്ങളെ സഹായിക്കും സൈലൻ്റ് ആണെങ്കിൽ. സോ യു മസ്റ്റ് ഗോ ക്വയറ്റ്ലി. ദെൻ ഈസിയർ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ലീഡ് എ ലൈഫ് വിത്തൗട്ട് മച്ച് വോയിസ്. സോ അധികം ശബ്ദമൊന്നുമില്ലാതെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അധികം ശബ്ദം ഉണ്ടാക്കരുത്. സോ ഒരു ഇൻസ്ട്രക്ഷനുമാണ്. അറ്റ് ദ സെയിം ടൈം സം കൈൻഡ് ഓഫ് ഒരു കോഷൻ, ഒരു വാർണിംഗ്, ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ അവിടെ നൽകുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഓക്കെ, നെക്സ്റ്റ്, ഡോണ്ട് മേക്ക് വേവ്സ്. നമുക്കറിയാം കടൽ തിരമാലകൾ, അതായത് അനാവശ്യമായിട്ടുള്ള, യു ഷുഡ് നോട്ട് എൻഗേജ് ഇൻ കൈൻഡ് ഓഫ് അൺനെസസറി ആർഗ്യുമെൻറ്റ്സ്. അനാവശ്യമായിട്ട് ആർത്തിരമ്പുന്ന കടൽ പോലെ നിങ്ങൾ ശബ്ദമൊന്നും ഉച്ചത്തിൽ ഉയർത്തേണ്ട ആവശ്യമില്ല, ഉയർത്തരുത്. ഉയർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പിന്നിൽ സം കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ്സ് ഉണ്ടാകാം എന്നുള്ളതായിരിക്കും. സോ ഒരു തരം ശാസന, ഒരു തരം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, എക്സ്പീഡിയൻ ലൈക്ക് ഹോസ്റ്റോൾസ് ആൻഡ് ഡിസേർട്സ്.
എക്സ്പീഡിയൻ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ഒന്ന് നോക്കണം. എക്സ്പീഡിയൻറ്റ് മീൻസ് ഫോർ ദ ടൈം ബീങ് കൺവീനിയൻറ്റ് ഓർ സ്യൂട്ടബിൾ. ആ ഒരു സമയത്തിനത് സ്യൂട്ടബിൾ ആണ്, കൺവീനിയൻ്റ് ആണ്, നോ പ്രോബ്ലം. പക്ഷേ ഇൻ ദ ലോങ് റൺ കുറച്ച് കഴിയുമ്പോൾ അത് വളരെ ഇംപ്രോപ്പർ ആകും, അത് ഒട്ടും കൺവീനിയൻ്റ് ആകാതെ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എക്സ്പീഡിയൻറ്റ്. ഓക്കെ, കൺവീനിയൻറ്റ് ഓർ സ്യൂട്ടബിൾ ഫോർ ദ ടൈം ബീങ് ഓൺലി, ഫോർ ദാറ്റ് ടൈം സേക്ക് ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഹൗസ് ചോൾസ് ആൻഡ് ഡിസേർട്സ്. സോ സൈലൻസ് ആ സമയത്തിന് കാഴ്ചയ്ക്ക് അനുയോജ്യമാണ്. പക്ഷേ ലൈക്ക് ഹൗസ് ചോൾസ് ആൻഡ് ഡിസേർട്സ്. ഹൗസ് ചോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഹൗസ് ചോൾസ് ആർ ആക്ച്വലി കുതിരാലയം വളരെ വിശാലമായിട്ടുള്ളൊരു പാർപ്പിട സൗകര്യമാണ് ഈ കുതിരാലയങ്ങൾക്ക് ഉള്ളത്, അതായത് കുതിരകൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കംഫർട്ട് അറ്റ്മോസ്ഫിയർ ആണ്, സ്പേഷ്യസ് ആണ് ആൻഡ് നീറ്റാണ്. ഓക്കെ, കാഴ്ചയിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുക. അതിനൊരു വലിയൊരു കെട്ടിടമാണ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ പിക്ചറൊക്കെ നോക്കുകൾ അറിയാൻ സാധിക്കും. ബട്ട് അവരുടെ ഈ കുതിരകളുടെ കഴുത്തിന് കയർ കെട്ടി എന്ത് ചെയ്യുകയാണ്, അതിനെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് ഹാവിങ് എ ഫ്രീ മൂവ്മെൻറ്റ്. ലുക്സ് ലൈക്ക് ആക്ച്വലി സോ കംഫർട്ടബിൾ ആൻഡ് ബെറ്റർ ലൈഫ്, സോ സ്പേഷ്യസ് നീറ്റ്, ബട്ട് ദേ ആർ നോട്ട് ഹാവിങ് എനി കൈൻഡ് ഓഫ് ഫ്രീഡം ആസ് ദെയർ വിഷ്. അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫ്രീഡം ഇല്ല. സോ കാഴ്ചയ്ക്ക് മനോഹരമാണ് ഈ സൈലൻസ്. അപ്പോൾ കാഴ്ചയ്ക്ക് നിശബ്ദത നല്ലതാണ് എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി പറയുന്ന അതിൻ്റെ ഡെസേർട്സ്. അപ്പോൾ സൈലൻസിൻ്റെ ഡെസേർട്സുമായിട്ട് ഇവിടെ ഒന്ന് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഡെസേർട്ടും ഇങ്ങനെ തന്നെയാണ്. ഇൻ എ ഡെസേർട്ട് ഡെസേർട്ട് ഈസ് ആക്ച്വലി ലാൻഡ്, എ വാസ്റ്റ് ആൻഡ് വൈഡ് ലാൻഡ്, ബട്ട് വാട്ട്സ് എ യൂസ്. ഇതുപോലെയാണ് നമുക്കും. അതായത് അവിടെ ഒരു ഫെർട്ടൈൽ ലാൻഡ് അല്ല, അത് ബാരനാണ്, പിന്നെ അവിടെ ആൾതാമസമില്ല. ബട്ട് ഇറ്റ് ലുക്സ് വാസ്റ്റ് ആൻഡ് വൈഡ്. നമുക്ക് സ്വാതന്ത്ര്യമുള്ളതായിട്ട് തോന്നും, നമുക്ക് അത്രയും ഓടി നടക്കാം, നമുക്കവിടെ ഏത് രീതിയിലും എന്ത് ചെയ്യാൻ കഴിയാം. പക്ഷേ സർവൈവൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. സോ ലുക്സ് സോ കംഫർട്ടബിൾ, വാസ്റ്റ്, വൈഡ്, നീറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ പിന്നിൽ ചില പ്രശ്നങ്ങൾ, ചില അസ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ വരികൾ നൽകുന്ന അർത്ഥങ്ങളും ആശയങ്ങളും. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. Here, this is actually next a few lines. These few lines are actually put in inverted commas. അത് നമ്മൾ നോക്കണം. These are actually mother's real words that she speaks to the commissioner directly. That is why it is put in inverted commas. Okay, so commissioner, I would like to remind you the name of the commission. Can you recollect it? That commission name is actually Commission on Wartime Relocation and Internment of Japanese American Civilians in 1981. That is the name of the commission. Okay, let's continue. Through the words of Janice's mother, she expresses her anger and frustration to the commissioner. അമ്മയുടെ, ആ മാതാവിൻ്റെ നിരാശയും, കൊടിയ നിരാശയും അതോടൊപ്പം തന്നെ ആ ഒരു പ്രതിഷേധവുമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. The lines go like this. Mr. Commissioner, the US Army Signal Corps confiscated our property. It was subjected to vandalism and ravage. All improvements we had made before our incarceration were stolen or destroyed. I was coerced into signing documents giving you authority to take. ആ മാതാവിൻ്റെ വിലാപമോ പ്രതിഷേധമോ ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നോക്കാം. ഞാൻ ഇൻവെർട്ടർ കോമാസിൻ്റെ കാര്യം പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു ഡോട്ട്സ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി എ പങ്ക്ച്വേഷൻ മാർക്ക് നോൺ ആസ് എലിപ്സസ്. സോ നമുക്ക് പറയാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഒത്തിരി പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡോട്ട്സ് ഇട്ട് വയ്ക്കും. ഓക്കെ, സോ ഇവിടെയും ഇറ്റ് സേ സംതിങ്. ദീസ് ഡോട്ട്സ് ആർ ആക്ച്വലി ദേ സേ സംതിങ്. അവിടെ മാതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ഒരു പക്ഷേ ആ മാതാവ് പറഞ്ഞിട്ടുണ്ടാകണം. ഒരു പക്ഷേ ഇവിടെ അത് കോപ്പി ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കാം. നമുക്കെന്തായാലും അതൊന്ന് മനസ്സിലാക്കുക, കണ്ടിന്യൂ ചെയ്യാം. US Army Signal Corps. സെക്കൻഡ് വേൾഡ് വാറിലൊരു ഗ്രൂപ്പാണ്, ആർമി ഗ്രൂപ്പാണ്. അവരുടെ ആ ഒരു ആർമി ഗ്രൂപ്പിൻ്റെ ഒരു സിമ്പൽ, ലോഗോയാണ് ഈ ഒരു സ്ലൈഡിലിവിടെ
ഒട്ടിച്ചു വച്ചേക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണാവുന്നതാണ്. സോ ദേ കോൺഫിസ്കേറ്റഡ് അവർ പ്രോപ്പർട്ടി, ഞങ്ങളുടെ വസ്തുവകകൾ എല്ലാം അവർ കണ്ടെത്തി, അവരത് പിടിച്ചടക്കി. ഇറ്റ് വാസ് സബ്ജക്റ്റ് ടു വാൻഡലിസം ആൻഡ് റാവേജ്. അത് പിടിച്ചടക്കുക മാത്രമല്ല, അത് നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും അപഹരിക്കുകയും ചെയ്തു. റാവേജ് മീൻസ് ലൂട്ടിങ്, അല്ലെങ്കിൽ ബലമായി അപഹരിക്കുക. ഡിസ്ട്രക്ഷൻ എന്നും ഒരർത്ഥം അതിനുണ്ട്. ഓക്കെ, ഓൾ ഇംപ്രൂവ്മെൻറ്റ്സ് വി ഹാഡ് മെയ്ഡ് ബിഫോർ അവർ ഇൻകാർസറേഷൻ. ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ്, ബിഫോർ അവർ ഇംപ്രിസൺമെൻറ്റ്, വി മെയ്ഡ് മെനി ഇംപ്രൂവ്മെൻറ്റ്സ് ഓൺ ദ ലാൻഡ് ഇൻ അവർ പ്ലേസ്. പക്ഷേ ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്ത എല്ലാ തരത്തിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സും അവർ എയ്തർ ദേ സ്റ്റോൾ ഓർ ദേ ഡിസ്ട്രോയിഡ്. ഒന്നുകിൽ അവരത് കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്തു. ഓക്കെ, തച്ചുടയ്ക്കുകയോ നശിപ്പിക്കുകയോ താറുമാർക്കുകയോ ചെയ്തു. ഐ വാസ് കോയേഴ്സ്ഡ്. ഞാൻ ആക്ച്വലി കോയേഴ്സ്ഡ് മീൻസ് ഫോഴ്സ്ഡ് ഇൻ ടു, നിർബന്ധിതയായി ഞാൻ ഇൻ ടു സൈനിങ് ഡോക്യുമെൻറ്റ്സ് ഗിവിങ് യു അതോറിറ്റി ടു ടേക്ക്. അതായത് എന്തും കയ്യേറുവാനുള്ളൊരു അധികാരം എഴുതി ഒപ്പിട്ട് കൊടുക്കുവാനായിട്ട് ഞാൻ നിർബന്ധിതയായി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ സ്ഥാപക ജംഗമ വസ്തുക്കളും അവരുടെ ഇഷ്ടപ്രകാരം വിനിയോഗിക്കുവാനോ വിൽക്കുവാനോ ഉള്ള ഒരു അധികാരപത്രം ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുവാൻ നിർബന്ധിതയായി. ടു ടേക്ക് എടുത്തുകൊണ്ട് പോകുവാൻ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഓക്കെ, അത് എന്നെ നിർബന്ധിച്ചാണ് അങ്ങനെ ഒപ്പിടിപ്പിച്ചത്. Okay, so these are the lines, the direct words that the mother spoke to the commissioner, the real words that the mother spoke to the commissioner. See, let's move on. My mother, soft as tallow, words peeling from her like slivers of yellow flame. എൻ്റെ മാതാവ് സോഫ്റ്റ് as tallow means മെഴുക്. നമ്മൾ മെഴുക് തിരിയില്ലേ, ക്യാൻഡിലിൻ്റെ വാക്സ് മെഴുക്. സോ ഷീസ് ജസ്റ്റ് ലൈക്ക് എ വാക്സ്. അതുവരെയും വളരെ വാക്സ് ആയിട്ട് മെഴുക്, വളരെ ടെൻഡർ ഹാർട്ടഡ് ആയിരുന്ന, കൈൻഡ് ഹാർട്ടഡ് ആയിരുന്ന എൻ്റെ മാതാവ്. പക്ഷേ വെൻ ഷീ opens her mouth, the words became like slivers of yellow flame. അമ്മ വാക്സ് പോലെ ഇരുന്ന എൻ്റെ അമ്മ, അത്രയും അങ്ങനെ ലോലഹൃദയായ എൻ്റെ അമ്മ വായൊന്ന് തുറന്ന് ശബ്ദിക്കുവാൻ തുടങ്ങിയപ്പോൾ വായിൽ നിന്നും അഗ്നിനാളങ്ങൾ പോലെ, തീനാളങ്ങൾ പോലെ വാക്കുകൾ പുറത്തേക്ക് വമിച്ചു തുടങ്ങി, ഉയർന്നുയർന്നു വന്നു. ശക്തമായിരുന്നു ആ വാക്കുകൾ. ആ വാക്കുകൾക്ക് എന്താ പറയുക, നമ്മൾ അതിൻ്റെ കാഠിന്യം ഏറെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് വൈ ഐ പുട്ട് ഹിയർ ഇമേജസ് ഓഫ് ക്യാൻഡിൽസ് ആൻഡ് ഫ്ലെയിം ഹിയർ. വളരെ ലോലഹൃദയായ എൻ്റെ മാതാവ് സംസാരിക്കാൻ വായ് തുറന്നപ്പോൾ അഗ്നിനാളങ്ങൾ പോലെ, തീനാളങ്ങൾ പോലെയായിരുന്നു അമ്മയിൽ നിന്ന് വന്ന വാക്കുകൾ. ഓക്കെ, let's continue. Her testimony, a vat of boiling water surging through the coldest, bluest vein. ആ പറയുന്നത് ഹെർ ടെസ്റ്റിമണി മീൻസ് ആ അമ്മയുടെ, മാതാവിൻ്റെ സാക്ഷി മൊഴി എന്ന് പറയുന്നത് വാറ്റ് ഓഫ് ബോയിലിംഗ് വാട്ടർ. വാറ്റ് മീൻസ് വലിയ പാത്രം. ഇവിടെ അതിൻ്റെ ഒരു ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വാറ്റ് മീൻസ് ഒരു ലാർജ് ആൻഡ് ബിഗ് ബൗൾ. അതിനെ ചൂടാക്കുമ്പോൾ, അതിനകത്ത് വെള്ളം നിറച്ച് ചൂടാക്കുമ്പോൾ അതിങ്ങനെ തിളച്ച് പൊങ്ങും. നിങ്ങൾക്കറിയാം അത് പ്രൈസൊക്കെ ആകുന്നത്. സോ സർജിങ് മീൻസ് കമ്മിങ് വിത്ത് ഫോഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്, കുതിച്ചുയരുക, ജസ്റ്റ് ലൈക്ക് വേഴ്സ്. അപ്പോൾ അമ്മയുടെ വായ തുറന്ന് സാക്ഷിമൊഴികൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അതിങ്ങനെ വലിയ പാത്രത്തിൽ നിന്നും തിളച്ചു പൊന്നുന്ന വെള്ളം പോലെയായി മാറി അവളുടെ വാക്കുകൾ. സർജിങ് ത്രൂ ദ കോൾഡസ്റ്റ് ബ്ലൂവസ്റ്റ് വെയിൻ. തണുത്തുറഞ്ഞിരിക്കുന്ന മാതാവിൻ്റെ നീല ഞരമ്പുകളിലൂടെ അതിങ്ങനെ ഒഴുകുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, സോ അമ്മ തൻ്റെ സാക്ഷിമൊഴി അല്ലെങ്കിൽ എന്താ പറയുക, അനുഭവ സാക്ഷ്യം ആ കമ്മീഷന് മുമ്പാകെ വൺ ബൈ വൺ ഷീ റിവീൽസ്. ഇനി അമ്മ പറയുന്ന സാക്ഷിമൊഴി നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള തൻ്റെ മാതാവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടൈം ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് അവിടെ വന്നത്, ഏത് രീതിയിലാണ് അമ്മ അവിടെ എത്തിയത്, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. ഷീ ഹാഡ് കം ടു ഹെർ ലാൻഡ് as shovel, hoe and sickle, shearing reed and rock and dead brush. So she reached this land. Reached this land means this American, the land of America, the land of opportunities and dreams, expectations, പ്രതീക്ഷകളുടെ, സ്വപ്നങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ഭൂമിയായ അമേരിക്കയിലേക്ക് എൻ്റെ മാതാവ് വന്നത് എങ്ങനെയാണ്? ഷവൽ,
ഹോ ആൻഡ് സിക്കിൾ, അരിവാള് കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, മടാള് കൊണ്ട്, കത്തി കൊണ്ട്, കൈക്കോട്ട് കൊണ്ട്, മീൻസ് തൂമ്പ കൊണ്ടൊക്കെയാണ് എൻ്റെ മാതാവ് ഈ ഭൂമിയിലേക്ക് കാൽകുത്തി വച്ചത്. സിയറിങ് മീൻസ് കട്ടിങ്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ മുളം കൊമ്പുകളെ, പാഴ് വസ്തുക്കളെ, പാഴ് ചെടികളെ ഒക്കെ എന്ത് ചെയ്തു, ചെത്തി മാറ്റി, അറുത്തു മാറ്റി. ഇവിടെ വെറും തരിശ് ഭൂമിയായിരുന്ന ഈ ഇടം, അതായത് ഇവിടെ തരിശ് ഭൂമിയായിരുന്നു, നിങ്ങൾക്ക് ആ ഇമേജിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കാട് നിറഞ്ഞിരുന്ന അവസ്ഥയായിരുന്നു ഈ ഭൂമിയെ ആഫ്റ്റർ എ ലോട്ട് ഓഫ് hard works, she or her community, Japanese American community, they turned the barren land to a fertile land, the waste land to a fertile land. വെറും തരിശ് ഭൂമിയായിരുന്ന ഈ ഇടത്തെ വളരെ വളക്കൂറുള്ളൊരു മണ്ണാക്കി എൻ്റെ അമ്മ മാറ്റി. എങ്ങനെയായിരുന്നു? ത്രൂ shovels, through hoes and sickles. So they worked hard on the ground. They sow seed, വിത്ത് വിതച്ചു. അതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അവൈറ്റഡ് വിത്ത് ഗ്രേറ്റ് ഒപ്റ്റിമിസം. ഇനി അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങനെയൊക്കെയാണ് labored so to sinew the ground, to soften gardens pregnant with seed, awaiting each silent morning. So labored means worked hard, വളരെ അധ്വാനിച്ചു. So to sinew means വിളഭൂമിയാക്കുക എന്ന് പറയാം ഇവിടെ ഈ ദിസ് കോണ്ടെക്സ്റ്റ്, ഓർ മേക്ക് strengthen എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ ഈ ഭൂമിയെ ഒരു വിളഭൂമിയാക്കി മാറ്റി. ആഫ്റ്റർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്സ്, to soften gardens pregnant with seed. ഭൂമി എന്ത് ചെയ്തു? വിത്ത് കൊണ്ട് നിറച്ചു. ഭൂമിക്ക് എന്ന് പറഞ്ഞാൽ ഭൂമി കിളച്ചു മറിച്ചു മണ്ണിനടിയിൽ വിത്ത് പാകി. they sow seed, they awaited each every night and day with great optimism. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, മേ ബി നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, പ്രതീക്ഷയോടെയൊക്കെ എന്ത് ചെയ്തു? ദേ അവൈറ്റഡ് ഫോർ ദ റിസൾട്ട്. വളരെ ആകാംക്ഷയോടെ റിസൾട്ടിന് വേണ്ടി അവർ കാത്തിരുന്നു. ഓക്കെ, കാത്തിരുന്നപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ദ റിസൾട്ട് വാസ് ദിസ്. ആക്ച്വലി ഈ ഇമേജ് ഒരു മസ്റ്റാർഡ് കടുകിൻ്റെ ഒരു ഗാർഡനാണ് നമുക്കിവിടെ ഇമേജിൽ കാണാൻ സാധിക്കുന്നത്. ബേർത്തിങ് ഫീൽഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, പാടം നിറഞ്ഞ് പൂക്കൾ കൊണ്ട് നിറഞ്ഞു. മേ ബി മസ്റ്റാർഡ് ഗ്രീൻസ്, കടുക് ചെടികളുടെ പൂക്കൾ കൊണ്ടും. അതുപോലെ ടൊമാറ്റോസ് ത്രോബിങ് ലൈക്ക് ദ സീ, ടൊമാറ്റോസ് തക്കാളിപ്പഴത്തിൻ്റെയും മസ്റ്റാർഡ് ഗ്രീൻസിൻ്റെയും ചെടികളും കായ്ഫലം കൊണ്ടും അതുപോലെ പൂക്കൾ കൊണ്ടുമൊക്കെ എന്ത് ചെയ്തു? അവരുടെ പാടശേഖരം നിറഞ്ഞു നിന്നു. ത്രോബിങ് ലൈക്ക് ദ സീ, നമുക്കറിയാം സീ വേവ്സ് പോലെ ഇങ്ങനെ കാറ്റത്ത് ആ ചെടികൾ ഇങ്ങനെ ഇളകിയാടുന്നത് എന്ത് മനോഹരമായിരുന്നു. അവർ വളരെയധികം സന്തോഷത്തോടെ, മേ ബി ദ മെയ്ഡ് ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്സ്. അതാണ് നേരത്തെ പറഞ്ഞത് ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ഒത്തിരി ഇംപ്രൂവ്മെൻറ്റ്സ് അവർ മുന്നേറ്റം അല്ലെങ്കിൽ പുരോഗമനം അവർ ഉണ്ടാക്കിയെടുത്തു. അവരുടെ ജീവിതം അങ്ങനെ പടിപടിയായിട്ട് വളരുകയായിരുന്നു. ദാറ്റ് ഡേ വാട്ട് ഹാപ്പൻഡ്, അപ്പോഴാണ് പെട്ടെന്നത് സംഭവിച്ചത്. ആൻഡ് ദെൻ ഓൾ വാസ് ഹഷ്ഡ് ഫോർ അനൗൺസ്മെൻറ്റ്സ്. ടേക്ക് ഓൺലി വാട്ട് യു ക്യാൻ ക്യാരി. വി വെയർ മെയ്ഡ് ടു ബിലീവ് അവർ ഫേസസ് ബിട്രേഡ് അസ്. അപ്പോഴാണത് സംഭവിച്ചത്. ഓൾ വാസ് ഹഷ്ഡ് മീൻസ് സൈലൻസ്ഡ് ഓർ സ്റ്റോപ്ഡ്. പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് വന്ന്, യു ഷുഡ് സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ് നൗ. എല്ലാം നിശബ്ദമാക്കിക്കൊണ്ട്, എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് എല്ലാ പണികളും അവർ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തിച്ചു. ടേക്ക് ഓൺലി വാട്ട് യു ക്യാൻ ക്യാരി. പിന്നെ അവരുടെ കമാൻഡ് ഇതായിരുന്നു, നിങ്ങൾക്ക് കയ്യിലെടുക്കുവാൻ ഉള്ളത് മാത്രം, എടുക്കുവാൻ കഴിയുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ടേക്ക് ഓൺലി വാട്ട് യു ക്യാൻ ക്യാരി. അതുമാത്രം എടുത്തുകൊണ്ട് ഇറങ്ങുക. ഇവിടെ നിന്ന് നിങ്ങൾ വിട്ടേക്കുക. ബിക്കോസ് ഇനി നിങ്ങൾക്ക് പോകേണ്ട ഇടം ഞങ്ങൾ കാട്ടിത്തരും, ഞങ്ങളോടൊപ്പം വരും. യു ഹാവ് ടു ഫോളോ us, യു ഹാവ് ടു ഒബേ ദ റൂൾസ്, ഒബേ ദ കമാൻഡ്സ്. സോ സ്റ്റോപ്പ് ആൻഡ് ലിസൺ ടു us first. Take only what you can carry. We were made to believe our faces betrayed us. വേറൊന്നുമല്ല. Just because of our Japanese appearance, our color, our skin nature, we were made to believe our
ഫേസസ് ബിച്ചഡസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സോ യുണീക്ക്. നമുക്കറിയാം ജാപ്പനീസ് ഫേസ് ഒരു അല്പം യുണീക്കാണ്. അത് ഏതൊരു റീജൻ വൈസ് ആയിട്ട് നമുക്ക് ഓരോരുത്തരെയും കംപ്ലക്ഷൻ, അപ്പിയറൻസ്, കളർ, ടെക്സ്ചറൊക്കെ വ്യത്യാസമുണ്ട്. ഇവൻ ഹെയർ കളറൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇദ്ദേഹം എവിടെ നിന്നാണ്, അദ്ദേഹം ഏത് രാജ്യത്തു നിന്നാണൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ അവരെ ഇങ്ങനെ വിശ്വസിപ്പിച്ചു. അവരുടെ മുഖമാണ് അവരെ ചതിച്ചത് അല്ലെങ്കിൽ വഞ്ചിച്ചത്. അവരുടെ മുഖം ജാപ്പനീസ് അപ്പിയറൻസ് അല്ലെങ്കിൽ ലുക്ക് ആയതുകൊണ്ടാണല്ലോ അവരിങ്ങനെ പിടിക്കപ്പെട്ടത്, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവരുടെ ഭൂമിയെ കൊള്ളയടിച്ചത്, അവരെ ഇംപ്രിസൺമെൻറ്റ് ചെയ്തത്, കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കിയത് ജസ്റ്റ് ബിക്കോസ് ഓഫ് their color, their skin nature, their Japanese appearance. Okay. Then our bodies were loved with yellow screaming flesh needing to be silenced behind barbed wire. Students, ഈ ഒരു ഇമേജ് യു ക്യാൻ സീ ദ ഇമേജ്. ആക്ച്വലി ഈ ഇമേജ് സെക്കൻഡ് വേൾഡ് വാറിൽ ജാപ്പനീസ് അമേരിക്കൻസിനെ ബാർബ്ഡ് വയറിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്പിവേലിക്കുള്ളിൽ അകപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു റിയൽ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇത് തന്നെയാണ്, ഈ പിക്ചറാണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ. അവർ ബോഡീസ് വെയർ ലൗഡ് വിത്ത് യെല്ലോ സ്ക്രീമിങ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു ഗോൾഡൻ സ്കിന്നാണെന്നൊക്കെ പറഞ്ഞല്ലോ. സോ അവരുടെ ഒരു മഞ്ഞ നിറം കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, വി ആർ ജാപ്പനീസ്, വി ആർ ജപ്പാൻ പീപ്പിൾ, വി ആർ ആക്ച്വലി കമ്മിങ് ഫ്രം ജാപ്പനീസ് ലാൻഡ് എന്നുള്ള, അല്ലെങ്കിൽ വി ബിലോങ് ടു ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി എന്ന അവരുടെ ആ ബോഡി നേച്ചർ, ബോഡി കളർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിളിച്ചു പറയുകയാണ്. Okay, there is brimming, their body is brimming with yellow color. So because of the body color nature, they were forced to be silenced behind barbed wire. ഇത്തരത്തിൽ കമ്പിവേലിക്കുള്ളിൽ അവരുടെ ജീവിതം അങ്ങനെ നിശബ്ദമാക്കപ്പെട്ടു, just because of their color. Okay, so ഇവിടെയാണ് പ്യുവർ ഡിസ്ക്രിമിനേഷൻ. അത് അന്നും ഇന്നും it's going on. Okay, അത് നമുക്ക് മനസ്സിലാക്കാം. We can see the real words of Janice Miri Kitani's mother. Mr. Commissioner, it seems we were singled out from others who were under suspicion. കമ്മീഷണറോട്, മുമ്പിലിരിക്കുന്ന കമ്മീഷണർ മാതാവ് ഒരു പക്ഷേ ശക്തമായ പ്രതിഷേധ സ്വരത്തോടെ ആയിരിക്കാം പറഞ്ഞത്, വി വെർ സിംഗിൾഡ് ഔട്ട് മിസ്റ്റർ കമ്മീഷണർ. സിംഗിൾഡ് ഔട്ട് മീൻസ് ഒറ്റപ്പെടുത്തുക. ടു ചൂസ് വൺ പേഴ്സൺ ഓർ തിങ് ഫ്രം എ ഗ്രൂപ്പ്. ഒരു വലിയ ഗ്രൂപ്പിൽ നിന്നും ഒരാളിനെ, ഒരു കൂട്ടത്തെ മാറ്റി നിർത്തുന്നതിനാണ് സിംഗിൾഡ് ഔട്ട് എന്ന് പറയുക. പക്ഷപാതം കാണിക്കുക, ഒറ്റപ്പെട്ടുപോയി ഞങ്ങൾ. So the mother protested against the political bias that happened during the Second World War. The mother says only Japanese Americans were put under suspicion. Suspicion means സംശയത്തിൻ്റെ നിഴലിൽ ജാപ്പനീസ് അമേരിക്കൻസ് മാത്രമേ വന്നുള്ളൂ. Only they were singled out and put in internment camps, that is in prisons like a Rower concentration camp. Okay, so she cannot understand, the mother cannot understand why people from other countries, say Germany, Italy, were not imprisoned, not at all imprisoned. അതവിടെ പറഞ്ഞേക്കുന്നത്, അവർ നൈബേഴ്സ് വെയർ ഓഫ് ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ ഡീസെൻറ്റ്, സം ഓഫ് whom were not citizens. It seems we were singled out. So she cannot understand why people from other countries, say Germany, Italy, they were not imprisoned at all. They were not US citizens even. That action was purely unjust. ആ മാതാവ് പറയുന്നത്, ഞങ്ങളെ മാത്രം സംശയത്തിൽ നിഴലിലാക്കി, ഞങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തി. ഞങ്ങളുടെ അയൽവാസികളായ, അതായത് ജർമ്മൻകാർ, ഇറ്റലിക്കാർ, അതായത് ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും വന്ന് അവിടെ താമസിക്കുന്ന അയൽവാസികളുണ്ട്. ഓക്കെ, അവിടെ താമസിക്കുന്ന കാലങ്ങളായിട്ട് അവിടെ താമസിക്കുകയാണ്. അവരിൽ പലർക്കും എന്തില്ല, US സിറ്റിസൺഷിപ്പ് പോലും ഇല്ല. എന്നിട്ടും അവരെയല്ല സംശയത്തിൽ നിഴലിലാക്കിയത്, അവരെയല്ല ലക്ഷ്യമിട്ടത്, ഞങ്ങളെ, ജപ്പാനിൽ നിന്ന് വന്ന ഞങ്ങളെ മാത്രമാണ് ഒറ്റപ്പെടുത്തിയത്. വൈ കമ്മീഷണർ, വൈ ദിസ് ഹാപ്പൻഡ് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ? കണ്ടിന്യൂസ്. She means the mother to Janice Miri Kitani. She had worn her work like lemon leaves, shining in her sweat
driven by her dreams that haunt the blade of her plow. ഇതൊന്ന് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആശയം കിട്ടും. ഹാഡ് ഏൺ ഹർ വർക്ക് എന്ന് പറഞ്ഞാൽ ഏൺ മീൻസ് ടയേർഡ്, പണിയെടുത്ത് എന്താ പറയുക, നമ്മൾ ക്ഷീണിച്ചു എന്ന് പറയില്ലേ. സോ ആ ഒരു ആശയമൊക്കെയാണ് ഇവിടെ വരുന്നത്. സോ പണിയെടുത്ത് എൻ്റെ അമ്മ നല്ലോണം ക്ഷീണിച്ചിരുന്നു. വേൺ ഹർ വർക്ക് ലൈക്ക് ലെമൺ ലീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വളരെ ബ്രൈറ്റൻ ആണ്. അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടെ ആ ലീവ്സ് തിക്കാണ്. ഓക്കെ, അതിനി നമ്മളൊന്ന് സ്ക്യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് റിങ്കിൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നാരങ്ങയുടെയൊക്കെ ഒരു സ്മെല്ല് അതിൽ നിന്നുണ്ടാകും. ഓക്കെ, സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ അത് കിട്ടും. സോ ഇവിടെ പറയുന്നത് ഇതായിരിക്കാം, അതായത് ഡ്യൂറിങ് ബ്ലൂമിങ്, ഈ ഫ്രൂട്ടൊക്കെ വരുന്ന സമയത്ത് ഈ നാരങ്ങ ചെടിയിൽ നിന്നും കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ നിറമായിട്ട് യെല്ലോയിഷ് ആയിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട്. എങ്കിലും നമുക്ക് പെട്ടെന്ന് തോന്നും ഒരുപക്ഷെ ഒത്തിരി ഇലകൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ വിചാരിക്കും ഈ നാരങ്ങ മരം കഴിഞ്ഞു ഇതിൻ്റെ കഥ. പക്ഷെ അങ്ങനെ അല്ല. അത് പിന്നെയും എന്ത് ചെയ്യുന്നത്, പുനർജീവിച്ച് പുതിയ ഇലകളിൽ വന്ന് അത് പിന്നെയും പഴയതുപോലെ ആകും. സോ ഇവിടെ പറയുന്നത് അങ്ങനെ ആയിരിക്കാം, ആ ഒരു സൈക്ലിക് പ്രോസസ്സ് ആയിരിക്കാം. എൻ്റെ അമ്മ ക്ഷീണിച്ചുവെങ്കിലും എൻ്റെ അമ്മ ക്വൈറ്റ് എനർജറ്റിക് ആണ് ആ സമയത്തും. ഓക്കെ, സോ അതായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഷൈനിങ് ഇൻ ഹെർ സ്വെറ്റ് എന്ന് പറയുന്നതും അതും ഒന്ന് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ പിക്ചർ. അതായത് നമുക്കറിയാം കഠിനമായ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ വിയർപ്പുണ്ടാകും, സ്വാഭാവികമാണ്. ഒരു പക്ഷേ ആ വിയർപ്പിലേക്ക് നമ്മൾ പകലൊക്കെ നിൽക്കുമ്പോൾ ആ വിയർപ്പിലേക്ക് ഈ സൂര്യപ്രകാശം തട്ടുകയാണെങ്കിൽ ആ വിയർപ്പിൽ തിളക്കം ഉണ്ടാകും, അതിങ്ങനെ ഷൈൻ ചെയ്യും നെറ്റിയിലോ അല്ലെങ്കിൽ കയ്യിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മ അത്രത്തോളം എന്ത് ചെയ്തിരുന്നു, കഠിന പ്രയത്നം ചെയ്തിരുന്നു, വിയർപ്പൊഴുകിയിരുന്നു. ഓക്കെ, സോ എനിവേ ഷീ ലേബേർഡ് ആൻഡ് വർക്ക് ഹാർഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ഹെർ ഡ്രീംസ്. എന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു അച്ചീവ് ഹെർ ഡ്രീംസ്. ഷീ ഹാഡ് ലോട്ട് ഓഫ് ഡ്രീംസ്. ഷീ ഹാഡ് so many expectations in her life. So driven by her dreams, driven by her expectations, തൻ്റെ അമ്മയുടെ, അതായത് ആ അമ്മയുടെ ഡ്രീംസ് വളരെയധികം വലുതായിരുന്നു. ആ ഡ്രീംസാണ് അമ്മയെ ഇതെല്ലാം ചെയ്യാനായിട്ട് നയിച്ചിരുന്നത്. ആ ഡ്രീംസാണ്, ആ സ്വപ്നങ്ങളാണ് അമ്മയെ അധ്വാനിക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ദാറ്റ് ഹോൺ ദ ബ്ലേഡ് ഓഫ് ഹെർ പ്ലോ മീൻസ് നമ്മൾ കലപ്പയുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ കലപ്പയുടെ ആ വാളിൻ്റെ ആ സ്റ്റീൽ ഭാഗം മൂർച്ച കൂട്ടിയിരുന്നത് അമ്മയുടെ ആ സ്വപ്നങ്ങളായിരുന്നു. സ്വപ്നങ്ങൾ കാരണം ഓരോ ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കുവാൻ, പണിയെടുക്കുവാൻ, വേർപ്പൊഴുക്കുവാനൊക്കെ എന്ത് ചെയ്തിരുന്നു, പ്രേരണ നൽകിക്കൊണ്ടിരുന്നു ആ സ്വപ്നങ്ങൾ. കലപ്പയ്ക്ക് അല്ലെങ്കിൽ ആ പണി ആയുധങ്ങൾക്ക് ഒരു വിശ്രമവും കൊടുക്കാതെ അതിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ഷാർപ്പൻ ചെയ്തുകൊണ്ട് അതിനെ മൂർച്ച കൂട്ടി പിന്നെയും അത് പാടത്തും മറ്റിടങ്ങളിലൊക്കെ അതിനെ ഉപയോഗിച്ച് കൊണ്ടിരുന്നു. ഓക്കെ, സോ ഇവിടെ അമ്മ നല്ല പണിയെടുത്തിരുന്നു, എക്സോസ്റ്റഡ് ആയിരുന്നു, ടയേർഡ് ആയിരുന്നു, പക്ഷേ എനർജറ്റിക് ആണ്. അമ്മയുടെ ഡ്രീംസ് അമ്മയെ ഇങ്ങനെ ആ കലപ്പയെ മൂർച്ച കൂട്ടുവാനും പണിയെടുക്കുവാനും പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് we can see here. Okay, then the land she built like hope grew quietly irises, roses, sweet peas opening. വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈൻസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ദ ലാൻഡ് ഷീ ബിൽറ്റ്, അമ്മ പണിയെടുത്ത് ചെയ്ത് കൂട്ടിയ ആ ഒരു ഭൂമി, പണിയെടുത്ത് വിളഭൂമിയാക്കിയ ആ ഒരു ഇടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ലോലി ആൻഡ് സ്റ്റഡിലി ഷീ ഗെയിൻഡ്, ഷീ വാസ് ആക്ച്വലി ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് പ്രോഫിറ്റ്, നേട്ടം കൊയ്യുകയാണ് ഔട്ട് ഓഫ് ഹെർ ഹാർഡ് വർക്ക്. ഷീ കൾട്ടിവേറ്റഡ് ഓൺ ദ ലാൻഡ്. She gave proper care and attention. As a result, beautiful flowers and plants such as you see irises in the picture ഇവിടെ ഉണ്ട്. Next roses, sweet peas. ഇത്തരം ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ആ ഭൂമിയിൽ വളർന്നു നിന്നു. ഓക്കെ, let's continue. And then all was hushed for announcements. To be incarcerated for your own good, the sounds of her work bolted in barracks, silenced. നേരത്തെ പറഞ്ഞ ആ വരികളൊന്ന് റിപ്പീറ്റ് ചെയ്യണം, ആ സംഭവം ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എല്ലാവരെയും നിശബ്ദമാക്കിക്കൊണ്ട് ആ അനൗൺസ്മെൻറ്റ്, ആ കമാൻഡ് അവിടെ എത്തി. ടു ബി ഇൻകാർസറേറ്റഡ് ഫോർ യുവർ ഓൺ ഗുഡ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെ ഇംപ്രിസൺ ചെയ്യുന്നത്, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത്.
ദ സൗണ്ട്സ് ഓഫ് ഹെർ വർക്ക് ബാൾട്ടഡ് ഇൻ ബാരക്സ്. ബാരക്സ് എന്ന് പറയുമ്പോൾ അത് ഒരു പട്ടാളക്കാരുടെ ഒരു ഇടമാണ്. അപ്പോൾ അവിടെ അവരുടെ ശബ്ദങ്ങൾ, അവരുടെ പണികൾ, അവരുടെ കഠിനാധ്വാനം എല്ലാം ബോൾട്ടഡായി അടച്ച് പൂട്ടപ്പെട്ടു. ബോൾട്ട് ചെയ്യുക, അതായത് അത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു. സൈലൻസ്ഡ്. പിന്നെ തുടർന്ന് അങ്ങോട്ട് നിശബ്ദതയാണ്. നിശബ്ദത എന്ന് പറയുമ്പോഴും അവിടെ ഐറോണിക്കലാണ്, വിരോധാഭാസമാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ അതുവരെ അനുഭവിച്ചിരുന്ന സ്വസ്ഥതയും സമാധാനവും നിശബ്ദതയും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെയാണ് അവർക്ക് കൊടിയ പീഡനങ്ങളുടെയും നിലവിളികളുടെയും ദുരൂഹ മരണങ്ങളുടെയും ഒക്കെ ഒരു കാലം അവരെ തേടിയെത്തിയത് എന്ന് മനസ്സിലാക്കാം. ഇവിടെയും അമ്മയുടെ ആ കമ്മീഷണർ മുമ്പാകെ അമ്മ നൽകിയ ആ വേർഡ്സ് ഡയറക്റ്റ്ലി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതേപടി ഇവിടെ കോപ്പി ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ കമ്മീഷണർ, സോ വെൻ യു ടെൽ മീ ഐ മസ്റ്റ് ലിമിറ്റ് ടെസ്റ്റിമണി, വെൻ യു ടെൽ മീ മൈ ടൈം ഇസ് അപ്പ്, ഐ ടെൽ യു ദിസ്. സോ എനിക്ക് തോന്നുന്നു ഐ ഫീൽസ് ദിസ് ലൈക്ക് ദിസ്. അതായത് ദ കമ്മീഷണർ ഓർ ദ കമ്മീഷൻ ഈസ് നോട്ട് ഇൻ എ മൂഡ് ടു ഹിയർ ഓൾ ദ മദേഴ്സ് വേർഡ്സ്, ഓൾ ഹെർ വേർഡ്സ് and experiences. So after a period of time, commissioner, what he did, actually he tried to stop the mother by saying, please limit yourself, it's time up, your time is over. ഇത്തരത്തിൽ, അതായത് ആ മാതാവിനോട് പറഞ്ഞു കാണും, ഇനി മതി, അധിക സമയമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സാക്ഷിമൊഴികൾ ഒക്കെ നിർത്തിക്കോളൂ. പക്ഷേ അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അമ്മ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ദ മദർ പ്രൊട്ടസ്റ്റഡ്. അമ്മ അങ്ങനെയാണ്, ആ രീതിയിലാണ് ഇവിടെ റെസ്പോണ്ട് ചെയ്തേക്കുന്നത്. അതാണ് നമുക്ക് ഈ ഒരു ലൈൻസ് വായിക്കുമ്പോൾ മനസ്സിലാവുക. സോ വെൻ യു ടെൽ മീ ഐ മസ്റ്റ് ലിമിറ്റ് ടെസ്റ്റിമണി, നിങ്ങൾ എന്നോട് ഈ ടെസ്റ്റിമണി, എൻ്റെ ഈ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ നിർത്താൻ നിങ്ങൾ എന്നോട് പറയുമ്പോഴേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. വെൻ യു ടെൽ മീ മൈ ടൈം ഇസ് ആപ്പ്, എനിക്ക് സമയം കഴിഞ്ഞു, സമയം അധികമായി പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കൂ, ഇതും കൂടെ നിങ്ങൾ കേൾക്കൂ. ഐ ടെൽ യു ദിസ്, എനിക്ക് ഇനിയും പറയാനുണ്ട്. ഡോണ്ട് മേക്ക് മീ സ്റ്റോപ്പ്, യു മസ്റ്റ് ഹിയർ മീ, ബിക്കോസ് ദിസ് ഇസ് മൈ ടൈം. I have to tell more. I have to make you understand the events happened in our past life during Second World War. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പറയണം. ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ സൈലൻ്റ് ആയിരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ മിണ്ടാതിരുന്നില്ലേ? ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മിണ്ടാതിരുന്നില്ലേ? So now we can't. This is our time. So you must listen. I have to tell more. The mother continues. See, എങ്ങനെയാണ്? Pride has kept my lips, pinned my nails, my rage coffined. But I exhume my past to claim this time. The mother reveals why she was silent for 40 years. Reason might be this. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 40 വർഷം നിശബ്ദതയായിരുന്നു എന്ന് നമുക്ക് ഈ വരി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ബിക്കോസ് ഓഫ് വൺ തിങ്, ദാറ്റ് ഈസ് പ്രൈഡ്. പ്രൈഡ് ഹാസ് കെപ്റ്റ് ഹെർ ലിപ്സ്. അഭിമാനം, അഭിമാനം, അന്തസ്, കുറച്ചെങ്കിലും അന്തസ് ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മാതാവ് ഒന്നും ആരോടും പുറത്തു പറയാതെ, നിലവിളിക്കാതെ, മിണ്ടാതെ എല്ലാം അടച്ചു പൂട്ടി വച്ചിരുന്നത്. പിൻഡ് മൈ നെയിൽസ് മീൻസ് തൻ്റെ എല്ലാ ദേഷ്യങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം എന്ത് ചെയ്തു? പിൻ ചെയ്തു. പിൻ മീൻസ് വി നോ സേഫ്റ്റി പിൻ ഓർ ഹെയർ പിൻ. അത് ഈ ചെറിയ വസ്തുക്കളെയൊക്കെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്, പേപ്പറിനെയൊക്കെ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെയൊക്കെ. സോ ഇവിടെയും തൻ്റെ എല്ലാ പ്രതിഷേധ സ്വരങ്ങളെയും ചേർത്ത് ബന്ധിച്ച് ഒന്നും പുറത്തു വിടാതെ, പിന്നെ പറഞ്ഞെന്താ, റേജ് കോഫിൻഡ്, തൻ്റെ എല്ലാ റേജ് മീൻസ് ദേഷ്യത്തെയൊക്കെയും കോഫിൻ ചെയ്തു ശവപ്പെട്ടിയിൽ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ശവപ്പെട്ടിക്ക് ഉള്ളിൽ വെച്ച് എല്ലാം അടച്ചു വച്ചിരുന്നു. ഷീ ടോട്ടലി കൺട്രോൾഡ് ഹെർ പ്രൊട്ടസ്റ്റ്, ഹെർ റേജ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ഷീ സേസ്, ഷീ കണ്ടിന്യൂസ്, but due to the time's demand, സമയം ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുകയാണ് എൻ്റെ ഈ നിശബ്ദതയെ ഭേദിക്കുവാൻ. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഐ ആം എക്സ്ഹ്യൂമിങ് ദ പാസ്റ്റ്. എക്സ്ഹ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരിക. അത് കുഴിച്ച് മാന്തി പുറത്ത് കൊണ്ടുവരുന്ന ഒന്നിനെയാണ്, ആ ഒരു കാര്യത്തെയാണ് എക്സ്ഹ്യൂം എന്ന് പറയുക. ഇറ്റ്സ് എ വേർബ്. സോ ഐ ഡോണ്ട് ലൈക്ക് ടു കൺട്രോൾ മൈസെൽഫ് നൗ. I don't like to control my rage now. I would like to reveal everything. I would like to show my protest. I would like to disclose everything that happened 40 years back.
കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച എല്ലാം ഒന്നൊന്നായി എണ്ണി ഞാൻ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇവിടെ പോവുകയാണ്. സോ എക്സ്യൂം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, അതായത് ഒരു കുഴിച്ചിട്ട ശവത്തെ എങ്ങനെയാണോ മണ്ണ് മാന്തി പുറത്തെടുക്കുക, അതിനെ ഒരു പ്രോസസ്സിന് എക്സ്യൂം എന്ന് പറയുക. അതുപോലെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ പുറത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. സോ ഇൻ ദ ലാസ്റ്റ് ലൈൻ നമ്മൾ നോക്കിയത് കോഫിൻ ചെയ്തു എന്ന് പറഞ്ഞു, അടച്ചു പൂട്ടി വെച്ച തൻ്റെ ദേഷ്യത്തെ, അടച്ചു പൂട്ടി വെച്ച 40 വർഷത്തെ ദേഷ്യത്തെ, പ്രതിഷേധത്തെയൊക്കെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതാ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ, തൻ്റെ നഷ്ടങ്ങൾ, തൻ്റെ കമ്മ്യൂണിറ്റിക്കുണ്ടായ പീഡനങ്ങൾ ഒക്കെയും ഒന്നൊന്നായി അവൾ നിരത്തുവാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് ഷീ ലൈക്സ് ടു claim the time, which means actually that time demands her ടെസ്റ്റിമണി. ആ സമയം എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ സാക്ഷിമൊഴിയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഷീ ലൈക്സ് ടു ക്ലെയിം ദ ടൈം എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള ഒരു മീനിങ് ആയിട്ട് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ആ ടൈമിൽ, ആ സമയത്ത് അവൾ പ്രഖ്യാപിക്കുവാൻ അല്ലെങ്കിൽ ഉറപ്പിക്കുവാൻ പോവുകയാണ്. ആ സമയം അവൾ പൂർണ്ണമായിട്ടും ആ സമയം അവൾ എടുക്കുകയാണ്. ഓക്കെ, ആ സമയം അവൾ തനിക്കുണ്ടായ നഷ്ടങ്ങളും ഒക്കെയും അവിടെ ഉറപ്പിച്ച് പ്രഖ്യാപിച്ച് പറയാൻ പോവുകയാണ്. സോ ദാറ്റ്സ് എ മീനിങ് ദെയർ. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐ ലൈക്ക് ടു ക്ലെയിം ദിസ് ടൈം എന്ന് പറഞ്ഞു. ആ സമയത്തെ ക്ലെയിം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തത് അവൾ പറയാൻ പോവുകയാണ്. എന്തൊക്കെയാണ് അവൾ ആ സമയത്ത് പറയാൻ പോകുന്നത്? എന്തൊക്കെയാണ് ആ മാതാവ് വിളിച്ചു പറയാൻ പോകുന്ന സത്യങ്ങൾ? See, my youth is buried in a rover. Obachans goes visit Amache Gate. My niece haunts Tool Lake. ഇവിടെ നമുക്ക് 1-2 സ്ട്രേഞ്ച് വേർഡ്സ് പരിചയപ്പെടാം. ആക്ച്വലി ഒന്ന് രണ്ട് പ്ലേസ് നെയിംസ് ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. മൈ യൂത്ത് ഈസ് ബറീഡ്, വിച്ച് മീൻസ് ഷീ ലോസ്റ്റ് ഹെർ യൂത്ത്. മാതാവ് പറയണം, എൻ്റെ യൗവനം, എൻ്റെ യുവത്വം എവിടെ നഷ്ടപ്പെട്ടു, എവിടെ ബെറീഡായി കുഴിച്ചു മൂടപ്പെട്ടു? റോവറിൽ. സോ യു മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് റോവർ. ഐ already discussed detailed in last sessions. Rover is the concentration camp that she was kept during the Second World War, during the incarceration. ഈ മാതാവിനെ അടച്ചിരുന്ന അല്ലെങ്കിൽ ഇംപ്രിസൺ ചെയ്തിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ പേരാണ് റോവർ. ഓക്കെ, അപ്പോൾ പറയുകയാണ്, ആ റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എൻ്റെ യുവത്വം, എൻ്റെ യൗവനം കുഴിച്ചു മൂടപ്പെട്ടു, നഷ്ടപ്പെട്ടു പോയി. ഒബാച്ചൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ജാപ്പനീസ് ടേമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ആൻറ്റ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ആൻറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ ആൻറ്റിൻ്റെ ഒരു ജാപ്പനീസ് ഫോമാണ് ഒബാച്ചൻ. അപ്പോൾ അത് എൻ്റെ എൻ്റെ ആൻറ്റിൻ്റെ ഗോസ്റ്റ്, നമുക്കറിയാം, ദുരൂഹ സാഹചര്യത്തിലൊക്കെ മരിച്ചു പോയവരുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞ് നടക്കുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും. എനിവേ, ഒബാച്ചൻസ് ഗോസ്റ്റ്, എൻ്റെ അമ്മായിയുടെ അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിയുടെ പ്രേതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. എവിടെ അലയുകയാണ്? അമാച്ചെ ഗേറ്റ്. അമാച്ചെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അനദർ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അമാച്ചെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഈസ് ആക്ച്വലി ലൊക്കേറ്റഡ് ഇൻ കൊളറാഡോ. It is also known as the Grenade War Relocation Center or Camp Amache എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. അത്രയും ഒരു ഡീറ്റെയിൽ നമുക്ക് ആവശ്യമില്ല. എനിവേ, അമാച്ചെ ഗേറ്റ് ഈസ് അനദർ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അവിടെ എൻ്റെ ആൻറ്റിയുടെ ആത്മാവ് ഇപ്പോഴും അലയുകയാണ്. മൈ നീസ് ഹോൺസ് ടൂൾ ലേക്ക്. എൻ്റെ നീസ് എന്ന് പറഞ്ഞാൽ അനന്തരവൾ, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളുടെ മകളെ, അല്ലെങ്കിൽ അനന്തരവൾ എന്ന് പറയാം, അനന്തരവൾ. സോ അനന്തരവൾ, എൻ്റെ അനന്തരവളുടെ ആത്മാവ്. അവിടെയും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒത്തിരി പേര് ദേ ഡൈഡ് ഇൻ ദോസ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ദിസ് ഈസ് അനദർ നെയിം ഓഫ് അനദർ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ടൂൾ ലേക്ക് ഈസ് ആക്ച്വലി സിറ്റുവേറ്റഡ് അറ്റ് കാലിഫോർണിയ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടൂൾ ലേക്ക് വാർ റീലൊക്കേഷൻ സെൻറ്റർ. It is also as one of the 10 concentration camps. ഏതാണ്ട് 10ഓളം അല്ലെങ്കിൽ 10-ലധികം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഒന്നാണ് ടൂൾ ലേക്ക്. സോ ഇവിടെ 3 കോൺസെൻട്രേഷൻ ക്യാമ്പ് നമ്മൾ കാണുകയാണ്. ഒന്ന് റോവർ, ദെൻ അമാച്ചെ ഗേറ്റ്, ദ തേർഡ് ഈസ് ടൂൾ ഗേറ്റ്. സോ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ നമ്മുടെ ജാനിസ് മിരി കിറ്റാനിയുടെ മാതാവിൻ്റെ റിലേറ്റീവ്സ് ഇംപ്രിസൺഡ് ആയിരുന്നു. ഒത്തിരി പേരവിടെ
കൊല ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്, ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. സോ മെനി ഓഫ് ദം ഡൈഡ് ഇൻ സച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. I'll continue. Words are better than tears, so I spilled them. I killed the silence. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ട്വിസ്റ്റാണ്, ഒരു യു ടേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പോം, ഈ പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ സൈലൻസ് എന്ന് പറഞ്ഞാൽ വാസ് ടേംഡ് എസ് എ ബെറ്റർ തിങ്, ഒരു ഗോൾഡൻ ആണ്, അങ്ങനെയൊക്കെ മികച്ചതാണ്, അതാണ് ബെറ്റർ എന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ടു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈലൻസിനെ ആ മാതാവ് കൊല്ലുകയാണ്, അല്ലെങ്കിൽ സൈലൻസിനെ പൂർണ്ണമായിട്ടും തകർത്തുകൊണ്ട്, ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരികയെന്ന ഒരു മാതാവിനെ, അല്ലെങ്കിൽ അത്തരം വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഒരു യു ടേൺ നമുക്ക് കാണാം. വേർഡ്സ് ആർ ബെറ്റർ ദാൻ ടിയേഴ്സ്. വാക്കുകളാണ് കണ്ണുനീരിനേക്കാളും നല്ലത്, മികച്ചത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. സോ നൗ മോർ വേർഡ്സ്, നോ ടിയേഴ്സ്. കരച്ചിലല്ല ഇനി വേണ്ടത്. നൗ മൈ വേർഡ്സ് ഹാവ് മോർ പവർ ആൻഡ് ഫോഴ്സ്, സോ ഐ വിൽ നോട്ട് ബി സൈലൻറ്റ്. അതാണ് ആ മാതാവ് പറയുന്നത്. സോ ഐ സ്പിൽ ദം, അതായത് ഐ സ്പിൽ മോർ വേർഡ്സ്. സ്പിൽ എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് ഔട്ട്. ഐ വിൽ ലൈക്ക് ടു ഫ്ലോ മോർ ആൻഡ് മോർ വേർഡ്സ് ഔട്ട്. ഐ വിൽ ലൈക്ക് ടു സ്പീക്ക് അപ്പ്. I don't want to continue the silence that has been doing for the last 40 years. കഴിഞ്ഞ 40 വർഷമായിട്ട് തുടർന്നിരുന്ന ഈ നിശബ്ദത ഇനി എനിക്ക് വേണ്ട. I killed this silence. In the beginning, silence was termed as better, but now she becomes a bold, a strengthened and empowered woman. See, so this is the change. This is the turn or U-turn that took place here. Okay. സി, ആ മാതാവ് പറഞ്ഞത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ജാനിസ് മിരി കിറ്റാനി ആ മാതാവിനെ കുറിച്ച് പറയുകയാണ്. ദെയർ ആർ മിറാക്കിൾസ് ദാറ്റ് ഹാപ്പൻ, ഷീ സെറ്റ്. ഈ ഒരു സെയിം ലൈൻ നിങ്ങൾ കേട്ടതായിട്ട് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിക്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ ഇന്ന് ബിഗിനിങ് സെഷനിൽ, പ്രീവിയസ് സെഷനിലൊക്കെ നമ്മൾ കണ്ട ഒരു ലൈനാണ്. സെയിം ലൈൻ റിപ്പീറ്റ്സ് ചെയ്യുക. ദെയർ ആർ മിറാക്കിൾസ് ദാറ്റ് ഹാപ്പൻ, ഷീ സെറ്റ്, ആൻഡ് എവറിത്തിങ് ഈസ് മെയ്ഡ് വിസിബിൾ. സോ ആ മാതാവ് പറയണ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എൻ്റെ മാതാവ് പറഞ്ഞിരുന്നു. നൗ എവറിത്തിങ് ഈസ് ക്ലിയർ ആൻഡ് ക്യാൻ ബി സീൻ ബൈ ദ വേൾഡ്. അതായത് ഇപ്പോൾ എല്ലാം ക്ലിയറാണ്, എല്ലാം ക്രിസ്റ്റൽ ക്ലിയറാണ്, എല്ലാം ഇപ്പോൾ ഈ ലോകത്തിന് മുമ്പിൽ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്, ഈ ലോകത്തിന് മുമ്പിൽ എല്ലാം കാണുവാൻ കഴിയുന്നുണ്ട്. സോ ഹിയർ വി ക്യാൻ സീ എ പോസിറ്റീവ് ട്രെൻഡ്, എ പോസിറ്റീവ് നോട്ട് നമുക്കിവിടെ മുതൽ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ മുതൽ കാണാനായിട്ട് സാധിക്കുകയാണ്. അൺലൈക്ക് ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ അല്ലെങ്കിൽ പോയിന്റ് തുടങ്ങിയതൊരു വളരെ നെഗറ്റീവായിട്ട് ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു യു ടേൺ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫ്രം ദിസ് സെഷൻ ഓൺവേർഡ്സ് ഷീ സ്റ്റാർട്ട്സ് ടു സ്പീക്ക് ഓപ്പൺലി ആൻഡ് ഫ്രാങ്ക്ലി. വളരെ ഓപ്പണായിട്ട് ആ മാതാവ് ഇവിടെ സംസാരിക്കുകയാണ്. ഷീ ബ്രോക്ക് ദ സൈലൻസ് കംപ്ലീറ്റ്ലി. ഷീ സ്പീക്സ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. ഇവിടെ ഇനി പല ടോപ്പിക്സ്, തൻ്റെ അനുഭവങ്ങളും തൻ്റെ പല കാര്യങ്ങളും, തൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെ പല വ്യത്യസ്ത ടോപ്പിക്സിനെ കുറിച്ചൊക്കെ ഇവിടെ ഇനി സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ്? വിച്ച് ആർ ദോസ് ടോപ്പിക്സ്? സി, we see the cracks and fissures in our soil. We speak of suicides and intimacies. I hope that these words are so visible and clear, easy to read. ഞാൻ വിശ്വസിക്കുന്നു. Anyway, I will repeat. We see the cracks and fissures in our soil. We speak of suicides and intimacies. അതായത് ഉദ്ദേശിക്കുന്നത് മേ ബി they do talk about their farmland. അവരുടെ ഫാം ലാൻഡിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു എന്ന് നമ്മൾ നോക്കാം. ഒന്ന്, ദേ ഡു ടോക്ക് അബൌട്ട് ദെയർ ഫാം ലാൻഡ്. അത് ഒരു പക്ഷേ, അതായത് വിണ്ട് കീറിയ വിള്ളലുകൾ വീണ് കിടക്കുന്ന അവരുടെ സ്വന്തം ഭൂമിയെക്കുറിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്. അവരുടെ കഠിനാധ്വാനങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് മീൻസ് ദ ഗ്യാപ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ദെയർ റിലേഷൻസ്, ടെൻഷൻസ് എക്സെട്ര. അവരുടെ ബന്ധങ്ങൾക്കിടയിൽ വന്ന വിള്ളലുകളോ വീഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ടെൻഷൻസൊക്കെ ആയിരിക്കാം ഇവിടെ എന്ത് ചെയ്യുന്നത്, അവർ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ദെൻ വി സ്പീക്ക് ഓഫ് സൂയിസൈഡ്സ്. ആത്മഹത്യയെക്കുറിച്ച്, ആത്മഹത്യ ചെയ്തവരെക്കുറിച്ച്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് അവർ ചിന്തിച്ച ആ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ. സംടൈംസ് ഇൻ ദെയർ ലൈഫ് ടൈം, ഇൻ ദെയർ ഹാർഡ് ടൈംസ്, ഇൻ ദെയർ റഫ് ആൻഡ് ഹാർഡ് ടൈംസ്, they were forced to think about committing suicide. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ they speak of close relations,
അവരുടെ അടുത്ത ബന്ധങ്ങളെക്കുറിച്ച്, അവരുടെ അടുപ്പങ്ങളെക്കുറിച്ച് ദേ സ്പീക്ക്. നെക്സ്റ്റ് വി സി അവരെന്തിനെ കുറിച്ചൊക്കെയാണ് പിന്നെ സംസാരിച്ചത്. ദ സ്പീക്ക് ഓഫ്, നമുക്ക് അങ്ങനെ പറയാം, ദ സ്പീക്ക് ഓഫ് ലോങ്ങിങ്സ് ലഷ് ലൈക്ക് വെറ്റ് ഫെറോസ്, ഓഫ് ഓഷൻസ് ബെയറിങ് എസ് ടുവാർഡ് ഇമാജിൻഡ് റിച്ചസ്. അതായത് ഉദ്ദേശിക്കുന്നത് ദ സ്പീക്ക് ഓഫ് ദെയർ വിഷസ്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, അതൊക്കെയാണ് അവരുടെ സംസാരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ദെയർ എക്സ്പെക്ടേഷൻസ്, ദെയർ ഡ്രീംസ് ആർ ആക്ച്വലി വെറ്റ് ലൈക്ക് വെറ്റ് ഫെറോസ്. അവരുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്ന് പറഞ്ഞപ്പോൾ വെറ്റ് ഫെറോസ് കണക്കാണ് ഇരിക്കുന്നത്. റിച്ച് ആൻഡ് ആക്റ്റീവാണ്, വളരെ സജീവമാണ് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും, ഇപ്പോഴും വളരെ സജീവമാണ്, ഒന്നും തകർന്നു പോയിട്ടില്ല, ഒന്നും നശിച്ചു പോയിട്ടില്ല. നമുക്ക് വെറ്റ് ഫെറോസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ മനസ്സിലാക്കണം, ഫെറോ എന്ന് പറഞ്ഞാൽ ഉഴവ് ചാലിനെയാണ് പറയുക. വെറ്റ് ഫെറോസ് എന്ന് പറഞ്ഞാൽ നല്ല ഈർപ്പമുള്ള നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന ഉഴവ് ചാലുകൾ, വിച്ച് മീൻസ് ഈ റെഡി ടു കൾട്ടിവേഷൻ അനുയോജ്യമായി കിടക്കുന്നത് ഒരു ചാലിനെ, ലാൻഡിനാണ് വെറ്റ് ഫെറോ എന്ന് പറയുക. എന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ വളരെ സമ്പന്നമായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവയൊന്നും ഒരു തരിശു ഭൂമി പോലെയോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ലാൻഡ് പോലെ അല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവ യാഥാർത്ഥ്യമാകുമെന്ന ഒരു കാഴ്ചപ്പാട്, ഒരു ഓപ്റ്റിമിസ്റ്റിക് ടോൺ അവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമിസ്റ്റിക് ടോൺ നമുക്കത് ഇതിലൂടെ വായിക്കാൻ സാധിക്കും. ഓക്കെ, ഓഫ് ഓഷൻസ് ബെയറിങ് എസ് ടുവാർഡ് ഇമാജിൻഡ് റിച്ചസ്, അതായത് ദി സ്പീക്ക് ഓഫ് ഓഷൻസ് ദാറ്റ് ബ്രിങ് ദം ടു എ ന്യൂ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, എ റിച്ച് ലൈഫ് that makes their dreams and imaginations come true. അതായത് അവർ സമുദ്രം കടന്നാൽ അവർക്കൊരു പുതിയ ഭൂമി, അതായത് അമേരിക്ക, മുൻപ് ഇവിടെ ആൻസസ്റ്റേഴ്സൊക്കെ ചിന്തിച്ചത് അങ്ങനെയാണ്. ഈ ഒരു സമുദ്രം കടന്നാൽ നമുക്ക് ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസിലേക്ക്, അവസരങ്ങളുടെ ലോകത്തിലേക്ക്, അതായത് നല്ലൊരു ജീവിത സാഹചര്യങ്ങൾ നൽകുന്ന ലോകത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംസാരങ്ങളും ചിന്തകളുമൊക്കെ അവർ തുടർന്നു വന്നു. നെക്സ്റ്റ് പിന്നെ എന്തൊക്കെയാണ് അവർ സംസാരിച്ചത്? ഓഫ് ബേണിംഗ് ഹ്യൂമിലിയേഷൻസ് ആൻഡ് ക്രൈംസ് ബൈ ദ ഗവൺമെൻറ്. ദ സ്പീക്ക് ഓഫ് ഹൗ ദേ വെർ ഹ്യൂമിലിയേറ്റഡ്, എങ്ങനെയാണ്, എന്തുമാത്രം അവർ നാണം കെട്ടിരുന്നു. ഹൗ മച്ച് ഹ്യൂമിലിയേഷൻസ് സ്റ്റിൽ പ്രിവൈൽ ഇൻ ദ സൊസൈറ്റി, ഇപ്പോഴും എന്തുമാത്രം ഹ്യൂമിലിയേഷൻസ് അവർക്ക് നേരിടേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള ഒത്തിരി സംസാരങ്ങൾ അവർക്കിടയിലുണ്ട്, അവർ സംസാരിച്ചിരുന്നു. ഓക്കെ, അതായത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ സ്കിൻ കളർ, റേസ്, they are still under discrimination. ഇപ്പോഴും നമുക്ക് ഉള്ളൊരു യാഥാർത്ഥ്യമാണ്, ഇപ്പോഴും അവർ ഡിസ്ക്രിമിനേഷനിൽ തന്നെയാണ്. ഒരു പരിധിവരെയാണ് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ്. സോ ദേ ഡു സ്പീക്ക് റിഗാർഡിങ് ദ ഹ്യൂമിലിയേഷൻസ് ആൻഡ് ക്രൈംസ് ബൈ ദ ഗവൺമെൻറ്. അതായത് ഒത്തിരി ക്രൈംസുകൾ, ഒത്തിരി പണിഷ്മെൻറ്റ്സും ക്രൂരകൃത്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഈവൻ ദോ they are innocent, they were forced to accept some kind of punishments, still they are being under some kind of പണിഷ്മെൻറ്റ്സ്. അതായത് ഇല്ലീഗലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് മോറലി അവർ ഇന്നസെൻ്റ് ആയിരിക്കാം, ബട്ട് ലീഗലി അവർ ക്രൈം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിലൊക്കെ പണിഷ്മെൻറ്റ്സ് ഇപ്പോഴും അവർ നേരിടുന്നുണ്ട്. നെക്സ്റ്റ്, ഓഫ് സെൽഫ് ഹെയ്റ്റ് ആൻഡ് ഓഫ് ലവ് ദാറ്റ് ബ്രേക്സ് ത്രൂ സൈലൻസസ്. അതായത് സ്വയം അവർ വെറുത്തിരുന്ന ഒരു കാലഘട്ടം, ഒരു സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്നേഹിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും മുൻപ് അവർക്കുണ്ടായ അത്തരത്തിലുള്ള കൈപ്പേറിയ എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ ദേ ഡു സ്പീക്ക് എനഫ്, ഇപ്പോഴും അവർ സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട്സ് ഹിയർ റിട്ടൺ, വി ആർ ലൈറ്റ്നിങ് ആൻഡ് ജസ്റ്റിസ്, അവർ സോൾസ് ബിക്കം ട്രാൻസ്പാരൻറ്റ് ലൈക്ക് ഗ്ലാസ്, റിവീലിംഗ് tears of war that suns, red ashes of Hiroshima, jagged wounds from barbed wire. നൗ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആക്ച്വലി അഗെയിൻ ഒരു പോസിറ്റീവ് നോട്ട് നമുക്കിവിടെ കാണാം. വി ആർ ലൈറ്റ്നിങ്, വിച്ച് മീൻസ് ദേ ആർ റിയലൈസിങ് ദെയർ പൊട്ടൻഷ്യൽ. അവർ സെൽഫായിട്ട് അവർ റിക്കഗ്നൈസ് ചെയ്യാണ് ഹൂ ദേ ആർ എന്ന് മനസ്സിലാക്കുകയാണ്. ദേ ആർ ലൈറ്റ്നിങ് ആൻഡ് ജസ്റ്റിസ്. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈ വോൾട്ടേജ് ആണ്, ഹൈ കറണ്ടാണ് ഈ മിന്നലിലൂടെ പാസ് ചെയ്യുന്നത്, അല്ലെ മിന്നലിൽ ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ഹൈ എനർജിയാണ് അവിടെ, ഹൈ വോളിയം ഓഫ് എനർജിയാണ് അവിടെ ഉണ്ടാകുക. വിച്ച് മീൻസ്
ദേ ആർ ആക്ച്വലി സോ എനർജറ്റിക്. അവർ എനർജറ്റിക് ആയിട്ടുള്ളൊരു സെക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റിയാണ്. അവർ മിന്നൽ പിണർ പോലെ അത്രയും ശക്തമാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ജസ്റ്റിസ്, അവർ നീതിയുള്ളവരാണ്. ദേ നീഡ് ദ ജസ്റ്റിസ്. അവർ സോൾസ് ബിക്കം ട്രാൻസ്പാരൻറ്റ് ലൈക്ക് ഗ്ലാസ് റിവീലിംഗ് ടിയേഴ്സ് ഫോർ വാർഡഡ് സൺസ്. അതായത് ഇവിടെ ഹിരോഷിമയിൽ ഒത്തിരി ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു, അതുപോലെ തന്നെ ഇഞ്ചേർഡായി. അപ്പോൾ അവരെക്കുറിച്ചുള്ള ആ ചിന്തകൾ, അവരുടെ ആത്മാക്കളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക വർണ്ണിച്ചു പോകുന്നത്. ആ ഒരു അവരുടെ ആത്മാക്കളെയൊക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്താണ്, ഒരു പക്ഷേ കലങ്ങിയ കണ്ണുകളിലൂടെ യുദ്ധമുഖത്ത് നിന്നും കൊല്ലപ്പെട്ടു പോയ അവരുടെ പുത്രന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെക്കുറിച്ചൊക്കെ ഉള്ള ചിത്രങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, റിവീൽ കാണുന്നുണ്ട്. ഒരു ഗ്ലാസ്സിലൂടെ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കാണാൻ കഴിയുന്നത് പോലെ ആ തരം അവരുടെ ആത്മാക്കളെ കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. റെഡ് ആഷസ് ഓഫ് ഹിരോഷിമ, ജാഗ്ഡ് വൂൺസ് ഫ്രം ബാർബ്ഡ് വയർ. ബാർബ്ഡ് വയർ മീൻസ് കമ്പിവേലിക്കുള്ളിൽ പെട്ടുപോയ അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്നും പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ ഇംപ്രിസൺഡ് ആയ ആ ഒരു സമയം, അതിലൂടെയൊക്കെ അവർക്കുണ്ടായ ഇഞ്ചുറീസ്, കൈക്കും കാലുകൾക്കും ശരീരത്തിനുമുണ്ടായ ഇഞ്ചുറീസ് ഒരു പക്ഷേ ഇപ്പോൾ വരണ്ട് ഉണങ്ങിയിട്ടുണ്ട്, പരിപരക്കനായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ചിന്തകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സി, വി മസ്റ്റ് റെക്കഗ്നൈസ് അവർ സെൽസ് അറ്റ് ലാസ്റ്റ്. ഫൈനലി വി ഐഡൻറ്റിഫൈഡ് അവർ സെൽഫ്, വി റിയലൈസ്ഡ് അവർ പൊട്ടൻഷ്യൽ, അവർ കപ്പാസിറ്റി, ഹൂ ആർ വി എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അവർ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. ഹു വി ആർ എ റെയിൻ ഫോറസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ്. ആക്ച്വലി ഞങ്ങൾ ആരാണ്? റെയിൻ ഫോറസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ്. സി, റെയിൻ ഫോറസ്റ്റ് നമുക്കറിയാം എന്താണ്, മഴക്കാടുകൾ. എപ്പോഴും അവിടെ മഴ പെയ്യും, കാർമേഘങ്ങളെ കൂടുകയും അവിടെ ഇരുണ്ട് കൂടുകയും മഴ പെയ്യുന്ന ഒരു ഇടമാണ് ഈ റെയിൻ ഫോറസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ്. അപ്പോൾ ആ റെയിൻ ഫോറസ്റ്റിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അറിയാൻ സാധിക്കും അവിടെ വ്യത്യസ്തമായ ഒരു കളർ, വെറൈറ്റി ഓഫ് കളറും നോയ്സും ഉണ്ട്. പല പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങളും അതുപോലെ തന്നെ പുഴ ഒഴുകുന്ന ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ ഇലകളുടെ, സോ അവിടെ വെറൈറ്റി ഓഫ് നോയ്സ്, അറ്റ് ദ സെയിം ടൈം കളർ, കരിഞ്ഞ ഇലകളും ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം, കരിഞ്ഞതും. അപ്പോൾ അതുപോലെയുള്ള, അതായത് സമ്മിശ്രങ്ങളാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായ നിറമാണ്, വ്യത്യസ്തമായ ലാംഗ്വേജാണ്, വ്യത്യസ്തമായ അപ്പിയറൻസ് ആണ്. സോ ഒത്തിരി വ്യത്യസ്തകൾ, ഡൈവേഴ്സിറ്റി ഞങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ യുണീക്കാണ് എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. സോ ഹിയർ ദേ ഫൈനലി റെക്കഗ്നൈസ് ദംസെൽസ്. അവരാരാണ് എന്ന് ദേ സ്റ്റാർട്ട് ടു അക്സെപ്റ്റ് ദംസെൽസ്. അവരെ സ്വയം അംഗീകരിക്കുവാനായിട്ട്, സ്വയം ഒരു സമയത്ത് അവർ സെൽഫ് ഹേറ്റഡ്നെസ് ആയിരുന്നു. അതായത് സ്വയം അവരെ തന്നെ വെറുത്തിരുന്നു, സ്വയം അവർ വഞ്ചിക്കപ്പെട്ടുവോ, സ്വന്തം ശരീരത്തിൻ്റെ നിറം കാരണം, സ്വന്തം ശരീര അപ്പിയറൻസ് കാരണം വഞ്ചിക്കപ്പെട്ടു എന്ന് കരുതിയെടുത്ത് they start to recognize their capacity, they start to accept their appearance, their body texture, etc. We hear everything, we are unafraid, which means now we can hear everything, we can accept everything, whatever the sound is, no problem. ഇവിടെ നിന്ന് ഏതരത്തിലുള്ള ശബ്ദമായാലും പ്രതിഷേധമായാലും പരിഹാസമായാലും we will accept as such. We are unafraid. ഞങ്ങൾക്കിപ്പോൾ we are not at all afraid of anything, we are not at all feared of anything. ഞങ്ങളിപ്പോൾ we have no fear of anything. ഇപ്പോൾ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള ആശയങ്ങളൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല. we are not at all ഫിയർ ഓഫ് സച്ച് തിങ്സ്. ഞങ്ങൾ അതുപോലെ സ്വീകരിക്കുന്നു. അതിനെ കണ്ട് ഓടുകയോ പിൻവാങ്ങുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ ലാംഗ്വേജ് ഈസ് ബ്യൂട്ടിഫുൾ, വിച്ച് മീൻസ് അവർ ലാംഗ്വേജ് മീൻസ് മേ ബി അവരുടെ സ്വന്തം ആ ഒരു മദർ ടങ് ആയിരിക്കാം. അറ്റ് ദ സെയിം ടൈം അവരുടെ ബോഡി അപ്പിയറൻസ് ഓർ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണോ അവർ സൊസൈറ്റിയെ അവർ സ്വയം എക്സ്പ്രസ് ചെയ്യുന്നത്, അത് അവർ ബ്യൂട്ടിഫുള്ളാണ്, മനോഹരമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ അവർ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ദിസ് അക്സെപ്റ്റഡ്. സോ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് നോട്ടോടെ ജാനിസ് മിരി കിറ്റാനി തൻ്റെ പോയം, ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ദിസ് പോയം ഈസ് ആക്ച്വലി ഒരു അനുഭവ സാക്ഷ്യമാണ്, ഒരു തരം ആട്ടോബയോഗ്രഫിക്കലാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇൻ ദിസ് വേ ഒരു പോസിറ്റീവ് നോട്ടോടെ ഇവിടെ ഷീ കൺക്ലൂഡഡ്. ഓക്കെ, സോ ഹിയർ എൻഡ്സ് ദ poetic discussion. So such a lengthy session, I know it, but see, you just spare some more time
You have to understand. I detailed each and every line. Sometimes for each and every word I have given a lot of meanings, a lot of explanations. So just spend more time, spare more time, study. I hope you will do it. Okay, thank you students. Bye.